അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ മണ്ണും നിലവുമൊക്കെ നമുക്ക് വേണ്ടി സാക്ഷി പറയും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു ദിവസമുണ്ട്. ഈ കൂടിയിരുത്തവും ഒത്തുചേരലുമൊക്കെ നമുക്ക് വേണ്ടി സാക്ഷി പറയണം. അള്ളാഹു ഈ ഒരു സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. കഥ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കഥ കേട്ടിരിക്കുക എന്നുള്ളത് രസമുള്ളൊരു പരിപാടിയാണ്. മുമ്പൊക്കെ നമ്മൾ വിരുന്ന് പോകുമ്പോൾ നമ്മുടെ വല്യുപ്പ വല്യുമ്മ, വീട്ടിലെ കാരണവന്മാർ, മുതിർന്ന ആൾക്കാർ, അവരൊക്കെ നമുക്ക് കഥകൾ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ രീതിയും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ കഥകൾ പറയുന്നത് സോഷ്യൽ മീഡിയയാണ്, ഇൻ്റർനെറ്റാണ്. ഏതായാലും നമ്മളും ഇവിടെ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ. വളരെ മനോഹരവും സുന്ദരവും ചിന്തനീയവുമാണ് യൂസുഫ് നബിയുടെ കഥ. ഖുർആനിലെ 12-ാമത്തെ അധ്യായത്തിൻ്റെ പേര് സൂറത്തു യൂസുഫ് എന്നാണ്. 111 ആയത്തുകളുള്ള ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതമാണ്. ആ ഒരു സൂറത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിപ്പോവുക എന്നതല്ല, അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം മുതൽ മരണം വരെ പറയുക എന്നതല്ല നമ്മുടെ ഈ ഒരു ദർസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 12 മക്കളിൽ ഒരാളായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ എങ്ങനെയാണ് അസീസിൻ്റെ മിസ്റിലെത്തുന്നതും അവിടുത്തെ ഭരണാധികാരിയാകുന്നതും. ആ കഥ ഏറെ സാഹസികതകൾ നിറഞ്ഞതാണ്. ആ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ കഥ പറയുക എന്നുള്ളത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഒരു ശൈലി കൂടിയാണ്. ഇപ്പം നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫിൽ എത്ര കഥകളുണ്ട്. അതിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയുണ്ട്, 2 തോട്ടങ്ങളുടെ ഉടമയുടെ കഥയുണ്ട്, ഖിളിർ അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കഥയുണ്ട്, ഇബ്ലീസിൻ്റെയും ആദം നബിയുടെയും സംഭവമുണ്ട്, ദുൽഖർനൈനിൻ്റെ കഥയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓതിയ സൂറത്തിൽ പോലും 4-5 കഥകൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് എത്ര കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നബി പറഞ്ഞ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 100 ആളുകളെ കൊന്ന മനുഷ്യന് അള്ളാഹു തൗബ കൊടുത്ത കഥ, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരാൾ വേശ്യക്കും കള്ളനും സമ്പന്നനും സ്വതക്ക കൊടുത്ത കഥ, മുൻഗാമികൾപ്പെട്ട 3 ആളുകൾ ഗുഹയിലകപ്പെട്ട കഥ, ബനു ഇസ്രായേലുകാരിൽ തന്നെ പെട്ട ഒരു കഷണ്ടിക്കാരൻ്റെയും കണ്ണ് കാണാത്ത മനുഷ്യൻ്റെയും വെള്ളപ്പാണ്ടുകാരൻ്റെയും കഥ. ഇങ്ങനെ ഒരുപാട് കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളിലൂടെ മനുഷ്യർക്ക് ഉത്ബോധനം കൊടുക്കുക എന്നത് ഖുർആനിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒരു ശൈലിയാണ്. ഇത് വെറുതെ പറയുന്ന കഥകളല്ല, വെറുതെ ഒരു നേരം പോക്കിനോ രസത്തിനോ അല്ല ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഥകൾ പറഞ്ഞിരുന്നത്. ആ കഥയിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതയാത്രക്ക് അനിവാര്യമായ ഒരുപാട് സന്ദേശങ്ങളും ഉണ്ട്. നബിയോട് മുൻകഴിഞ്ഞ റസൂലുമാരുടെയും നബിമാരുടെയും കഥ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്,
വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്. എന്തിനാണ് ഈ കഥകൾ പറയുന്നത്? നബിയെ, നിങ്ങളുടെ ഹൃദയത്തിനൊരു സ്ഥൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും സൂറത്ത് യൂസുഫ് അവതരിക്കുന്ന ആ ഒരു സമയത്തെ പറ്റിയിട്ട് കൂടി നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങി നബി മക്കയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നബിക്ക് താങ്ങും തണലുമായിരുന്നത് അബൂ താലിബാണ്. ഒന്ന്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പങ്കാളി നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവർ രണ്ടുപേരും മരിക്കുന്നത് ഒരു വർഷത്തിലാണ്. ഒരേ വർഷത്തിലാണ് അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ എന്ന് ആ വർഷം അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. ദുഃഖവർഷം എന്ന പേരിൽ ആ വർഷം അറിയപ്പെടുന്ന അത്രക്കും നബി ദുഃഖിച്ചൊരു സമയമാണത്. അതിനുശേഷം അഖബ ഉടമ്പടിക്കും ഇടയിലായിട്ടാണ് സൂറത്ത് യൂസുഫ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്നത്. സൂറത്ത് യൂസുഫിൻ്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും യൂസുഫ് നബിയുടെ സഹോദരങ്ങളുടെയും ഒക്കെ കഥയിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ഉത്ബോധനമുണ്ട് എന്നാണ്. നമ്മൾ ഒരാവർത്തി മനസ്സ് തുറന്നുകൊണ്ട്, ഹൃദയം തുറന്നുകൊണ്ട് വായിക്കേണ്ട ഒരു അധ്യായം കൂടിയാണ് സൂറത്ത് യൂസുഫ്. ഖുർആനിലെ എല്ലാ സൂറത്തുകളും അങ്ങനെ തന്നെയാണ്. ഓരോ സൂറത്ത് അടുത്തറിയുമ്പോഴാണ് ആ സൂറത്തിനെ കൂടുതൽ സ്നേഹിക്കാനും ആ സൂറത്തുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാക്കാനും നമുക്ക് കഴിയുക. ഏതായാലും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് 12-ാമത്തെ അധ്യായം 111 ആയത്തുകളുള്ള സൂറത്ത് യൂസുഫ് വായിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് വായിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ പറ്റിയിട്ട്, അള്ളാഹു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടത്തുന്ന പ്ലാനിങ്ങുകളെ പറ്റിയിട്ട്, അള്ളാഹു അവൻ്റെ അടിമയോട് കാണിക്കുന്ന കാരുണ്യത്തെ പറ്റിയിട്ടും ആർദ്രതയെ പറ്റിയിട്ടും സ്നേഹത്തെ പറ്റിയിട്ടൊക്കെ ബോധ്യപ്പെടും. നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം യൂസുഫ് നബി കണ്ട ഒരു സ്വപ്നത്തെ പറ്റിയിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഉപ്പയോട് അദ്ദേഹം പറയുന്നുണ്ട്. ആ സ്വപ്നത്തോടു കൂടിയാണ് സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ ആരംഭിക്കുന്നത്. യൂസുഫ് നബി കണ്ട സ്വപ്നം ഇതാണ്, ഇദ് ഖാല യൂസുഫു ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഉപ്പ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതാണ് ഞാൻ കണ്ട സ്വപ്നം. ആ 11 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബാക്കിയുള്ള മക്കളാണ്. സൂര്യനും ചന്ദ്രനും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പയും ഉമ്മയുമാണ്. യാക്കൂബ് നബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ട ഈ ഒരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ ശരിക്ക് പുലരുന്നതും നമുക്ക് കാണാൻ പറ്റും. ഉപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ മിസ്റിലെത്തുന്നതും ആ സഹോദരങ്ങൾ യൂസുഫ് നബിയെ അംഗീകരിക്കുന്നതും അവർക്ക് പറ്റിയ തെറ്റ് അവർ തിരുത്തുന്നതും തൗബ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ ശരീഅത്തുകളിൽ അങ്ങനെ സുജൂദ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. സൃഷ്ടികൾക്ക് മുമ്പിൽ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാനുള്ള അനുവാദം മുൻകഴിഞ്ഞ ശരീഅത്തുകളിൽ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ ശരീഅത്തിൽ അങ്ങനത്തെ ഒരു അനുവാദം ഇല്ല. മുആദ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ അദ്ദേഹം ഷാമിൽ കണ്ട കാഴ്ച ഈ ഭരണാധികാരിയുടെയും ചക്രവർത്തിയുടെയൊക്കെ മുമ്പിൽ അവിടുത്തെ ജനങ്ങൾ സുജൂദ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സുജൂദ് ചെയ്തത്. ആ സമയത്താണ് നബി തിരുത്തുന്നത്. എന്താണ് മുആദ് ചെയ്ത്? ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ല അമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ സുജൂദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, സൂറത്ത് യൂസുഫിൽ നിന്നുള്ള 3 പാഠങ്ങളാണ്
ഇന്നത്തെ ദർസിൽ നമ്മൾ പറയുന്നത്. പിന്നീട് നമുക്ക് സന്ദർഭവും സാഹചര്യമൊക്കെ ഒക്കുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം. ഒന്നാമത്തൊരു പാഠം, നമ്മുടെ ഇടപാടുകളിൽ പൂർണ്ണമായിട്ടുള്ള നീതി ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് മക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൽ ഒരു ഉപ്പ, ഒരു ഉമ്മ മകനോട്, മകളോട്, കൂട്ടത്തിലുള്ള മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൽ, ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളിൽ നീതി ഉണ്ടായിരിക്കണം. ആ നീതി ഇല്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് തോന്നുകയാണ് യൂസുഫ് നബിയെയും സഹോദരൻ ബെന്യാമിനെയുമാണ് യാക്കൂബ് നബിക്ക് കൂടുതൽ ഇഷ്ടം. യാക്കൂബ് നബി ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഉമ്മയുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ, ബെന്യാമിൻ്റെ ഉമ്മ, അവർ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഉമ്മയില്ലാത്ത 2 മക്കളായതുകൊണ്ട് തന്നെ ആ കുട്ടികളോട് കൂടുതൽ സ്നേഹവും കൂടുതൽ ഇഷ്ടവും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ ഉപ്പാക്കെതിരെ തിരിയുകയാണ്. സ്വന്തം കൂടപ്പറപ്പിനെ അവർ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. ഇത് ഖാലൂല യൂസുഫു വ അഹൂഹു അഹബ്ബു ഇല അബീന മിന്ന വനഹ്നു ഉസ്ബ ഇന്ന അബാന ലഫീ ദലാലി മുബീൻ. യാക്കൂബ് നബിയെ പറ്റിയിട്ട് അവർ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മുടെ ഉപ്പ വഴികേടിലാണ്, നമ്മുടെ ഉപ്പാക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഉഖ്തുലു യൂസുഫ അവിത്രഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും. നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഉപ്പ കാണാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് കളയുക എന്നാണ്. ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മക്കളോട് കാണിച്ച സ്നേഹത്തിലുള്ള വ്യത്യാസമാണ്. ആ സ്നേഹത്തിൽ നീതി പുലർത്താൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിഞ്ഞില്ല എന്നതാണ് വിഷയം. അപ്പോൾ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് നീതി കാണിക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. അത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നീതി എന്നുള്ളത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. ഇപ്പോൾ 2 ഭാര്യമാരുള്ള ഒരാളാണെങ്കിൽ ആ ഭാര്യമാർക്കിടയിൽ അയാൾ നീതി കാണിക്കണം. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോട് കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഉണ്ടാകും. ഇപ്പോൾ ഒരാൾക്ക് 4 മക്കളാണെങ്കിൽ ആ മക്കളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരാളോട് കൂടുതൽ സ്നേഹം ഉണ്ടാകാം. അത് മനസ്സിൻ്റെ കാര്യമാണ്. ആ മനസ്സിന് ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂല. പക്ഷെ ആ സ്നേഹത്തിൻ്റെ പേരിൽ ഇടയിലുള്ള ഇടപാടുകളിൽ ഒരിക്കലും അനീതി വരാൻ പാടില്ല എന്നതാണ്. ഇപ്പോൾ ഈ നീതിയുടെ കാര്യം പറയുമ്പോൾ അള്ളാഹു മൃഗങ്ങൾക്കിടയിൽ പോലും നീതി നടപ്പിലാക്കുന്നത് നാളെ ആഖിറത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുഅദ്ദുന്നൽ ഹുഖൂക ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഓരോരുത്തർക്കുമുള്ള അവകാശം അള്ളാഹു കൊടുക്കുന്നതാണ്. ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാഇ മിനശ്ശാത്തിൽ ഖർന. കൊമ്പുള്ള ഒരാട് ദുനിയാവിൽ വെച്ച് കൊമ്പില്ലാത്തൊരാടിനെ കുത്തിയിട്ടുണ്ടാകും. അതിനുപോലും നാളെ ആഖിറത്തിൽ പകരം ചോദിക്കലുണ്ട്. ഞാൻ കൊമ്പില്ലാത്ത ആടിന് ആഖിറത്തിൽ അള്ളാഹു കൊമ്പ് കൊടുക്കും. എന്നിട്ട് ദുനിയാവിൽ വെച്ച് കുത്തിയവനെ തിരിച്ചു കുത്താൻ പറയും. അതിന് ശേഷമാണ് അവരെ മണ്ണാക്കി മാറ്റാൻ. മൃഗങ്ങളൊക്കെ നാളെ അള്ളാഹു ഈ നീതി നടപ്പിലാക്കി കഴിഞ്ഞാൽ മണ്ണാക്കി മാറ്റും. അത് കാണുമ്പോഴാണ് കാഫിറായൊരു മനുഷ്യൻ കൊതിക്കുക, യാ ലൈതനി കുൻതു തുറാബ, ഞാനും മണ്ണായി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ ആ നീതി എന്നത് അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അത് മക്കൾക്കിടയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അദ്ദേഹത്തിനൊരു സമ്മാനം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് കൊടുത്തത്, ബാക്കിയുള്ള മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാതെ ഞാൻ അംഗീകരിക്കൂല. അങ്ങനെ ഉപ്പ ബഷീർ റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുക്കൽ വന്നിട്ട് വിവരം പറഞ്ഞു, നുഅ്മാനിന് ഞാനിങ്ങനെ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങളുടെ ബാക്കിയുള്ള മക്കൾക്കും നിങ്ങൾ ആ സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം. അങ്ങനെ ബഷീർ റളിയല്ലാഹു അൻഹു ആ കൊടുത്ത സമ്മാനം തിരിച്ചു വാങ്ങി എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് യൂസുഫ് നബിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. മക്കൾക്കിടയിൽ നീതി കാണിക്കണം. അതിൽ വേർതിരിവുണ്ടെങ്കിൽ
അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റ് കൊണ്ടുപോയിടാനുള്ള കാരണമൊക്കെ. ഇനി പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തൊരു പാഠം ദുനിയാവിൻ്റെ ഒരു നിസ്സാരതയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആരാണ് യൂസുഫ് നബി? യാക്കൂബ് നബിയുടെ മകനാണ്. യാക്കൂബ് നബി ഇസ്ഹാക്ക് നബിയുടെ മകനാണ്. ഇസ്ഹാക്ക് നബി ഇബ്രാഹിം നബിയുടെ മകനാണ്. ഉപ്പ നബിയാണ്, വല്യുപ്പ നബിയാണ്, വല്യുപ്പയുടെ ഉപ്പയും നബിയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് ആലോചിക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനം എത്ര വലുതാണെന്ന് ആലോചിക്കുക. ഇത്ര വലിയ മഹത്വവും ശ്രേഷ്ഠതയുമുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, അടിമയായി വിൽക്കപ്പെട്ടിട്ടുണ്ട്, ആരോപണങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. ദുനിയാവ് എന്നുള്ളത് അങ്ങനെയാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതല്ല. ദുനിയാവ് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഈ ദുനിയാവിന് അള്ളാഹു ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ വിലയുണ്ടായിരുന്നെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജയിലിൽ കിടക്കേണ്ടി വരില്ല. അത്രക്കും ശ്രേഷ്ഠതയുള്ള മനുഷ്യനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ. ആരോപണങ്ങൾക്ക് വിധേയനാക്കപ്പെടുകയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കിണറ്റ് കിടക്കേണ്ടി വരില്ല. അപ്പോൾ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ കൊടുക്കുന്നതാണ്. എന്നാൽ ആഖിറത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പോൾ രാത്രി വിശന്നിട്ട് ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങി നടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ പരുപരുക്കൻ പായയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബിൻ്റെ അരികിൽ ഇരിക്കുന്ന സമയത്ത് നബി എഴുന്നേൽക്കുകയാണ്. അപ്പം നബിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പാട് വീണിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ യുബ്കീക യ ഇബ്നൽ ഖത്താബ്, ഉമർ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വമാലിയല അബുക്കി, അള്ളാഹുവിൻ്റെ റസൂലെ ഞാനെങ്ങനെ കരയാതിരിക്കും? റോമൻ പേർഷ്യക്ക് ഭരിക്കുന്ന കിസ്രയും കൈസറൊക്കെ സുഖാഡംബരങ്ങളിലാണ്. അവരൊക്കെ എത്ര സുന്ദരായിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ട്. വഅൻത നബിയുള്ള, നിങ്ങൾ അള്ളാഹുവിൻ്റെ നബിയാണ്. നിങ്ങൾ കിടക്കുന്ന ഈ പായ കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. ഞാൻ അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായിട്ട് തിരുത്തുന്നുണ്ട്. അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമർ, അള്ളാഹു അവർക്ക് ദുനിയാവ് കൊടുത്തു, നമുക്ക് ആഖിറത്ത് തരികയാണെങ്കിൽ അത് പോരെ നിനക്ക്, ഞാൻ അത് മതി നബിയെ. ഞാൻ അപ്പോൾ എപ്പോഴും നമ്മൾ സ്വപ്നം കാണേണ്ടത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന് പറയുക മാത്രമല്ല, അങ്ങനെ ജീവിച്ച് കാണിച്ചു തരിക കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വ ഖൈറുൻ അമല. അതാണ് ബാക്കിയാവുക. സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പാഠം, അസൂയ എന്നത് മാരകമായൊരു രോഗമാണ്. അത് ഹൃദയത്തിൽ പിടിപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കയറുക എന്നുള്ളത് നല്ല റിസ്ക്കാണ്. നമ്മുടെ നന്മകളെ നശിപ്പിച്ച് കളയും. തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ നമ്മുടെ നന്മകളെ കാർന്നു തിന്നും. അസൂയ മൂത്ത് കഴിഞ്ഞാൽ മനസ്സ് അന്ധമായിരിക്കും, ഹൃദയം അന്ധമായിരിക്കും. ചെറിയ കാര്യങ്ങൾ നമുക്ക് വലുതായിട്ട് തോന്നും, വലിയ കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾക്കുണ്ടായ പ്രശ്നം എന്താണ്? നമ്മളെക്കാളും കൂടുതൽ യാക്കൂബ് നബി, നമ്മുടെ ഉപ്പ, യൂസുഫിനെയും സഹോദരനെയും പരിഗണിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. യാക്കൂബ് നബിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു വീഴ്ചയാണ്. ആ വീഴ്ച അവർക്ക് വലുതായിട്ട് തോന്നി. എന്നാൽ ഇവർ പ്ലാൻ ചെയ്തതോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊന്നുകളയാനാണ്. യാക്കൂബ് നബീൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കാളും വലിയ വീഴ്ചയാണ് ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ചെറിയ കാര്യത്തെ അവർ വലുതായി കണ്ടു, വലിയ കാര്യത്തെ അവർ ചെറുതായി കാണുകയും ചെയ്തു. അത് അസൂയൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ മനസ്സ് അന്ധമായി പോകും.
അപ്പോൾ ആ അസൂയ എന്ന മാരകമായ അപകടം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം എന്തിൻ്റെ പേരിലാണ്? അസൂയൻ്റെ പേരിലാണ്. ഹാബീലും കാബീലും. എന്തുകൊണ്ടാണ് കാബീൽ ഹാബീലിനെ കൊന്നത്? അവർ രണ്ടാൾ നേർച്ച നേർന്നു. ഹാബീലിൻ്റെത് അള്ളാഹു സ്വീകരിച്ചു, കാബീലിൻ്റെത് സ്വീകരിച്ചില്ല. അതാണ് പ്രശ്നം. എൻ്റെത് സ്വീകരിച്ചില്ല, ഓൻ്റെത് സ്വീകരിച്ചു. അസൂയ മൂത്തു, സഹോദരനെ കൊന്നു കളഞ്ഞു. അതാണ് ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം. ഇന്ന് ലോകത്ത് ഏത് കൊലപാതകം നടക്കുമ്പോഴും അതിൻ്റെ പാപഭാരം കാബീലിന് കൂടിയുണ്ട്. കാരണം ആദ്യം കൊലപാതകം എന്നുള്ള തിന്മ ചെയ്ത് കാണിച്ചു കൊടുത്തത് കാബീലാണ്. അപ്പോൾ അതിൻ്റെ കുറ്റം കാബീലിന് കൂടി ഉണ്ട്. ഞാൻ ഇത്ര വലിയ അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താ? അതിന് കാരണമായ തിന്മ ഏതാണ്? അസൂയയാണ്. അപ്പോൾ ആ അസൂയയിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാ. അല്ലാഹുവേ, മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, എൻ്റെ മനസ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ആരാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ നബിൻ്റെ പ്രാർത്ഥനയാണത്. അപ്പോൾ നമ്മുടെ സ്വഭാവം നന്നാകാൻ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. അതിൻ്റെ കൂടെ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.